ധന്യ, ഇപ്പോൾ ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയത് 2022-ലാണ്. അതിനു മുമ്പ് കൃത്യം പറയാൻ 2014-ലാണ് റഷ്യ അവിടെ ഇടപെട്ട് തുടങ്ങിയത്. അവിടെ ക്രിമിയ എന്ന് പറയുന്ന ഒരു പ്രദേശം റഷ്യ കൈവശപ്പെടുത്തി. അന്നു മുതൽ ഇന്ന് വരെ വലുതും ചെറുതുമായ ഒച്ചയും ബഹളമൊക്കെ നടന്നിരുന്നു. 2022-ൽ റഷ്യ പൂർണ്ണമായ സൈനിക അധിനിവേശം ഉക്രൈനിൽ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ലക്ഷക്കണക്കിന് പേരാണ് ഈ യുദ്ധത്തിൽ മരിച്ചു വീണിരിക്കുന്നത്. ഇപ്പോഴും അവിടെ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിട്ടില്ല. റഷ്യ അവരുടെ കടുത്ത നിലപാടിൽ നിൽക്കുന്നു. അമേരിക്കയും നാറ്റോ സഖ്യരാജ്യങ്ങളും പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഉക്രൈനും കടുംപിടുത്തത്തിൽ തന്നെയാണ്. ഇപ്പോൾ റഷ്യ അവിടെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ളൊരു വ്യോമാക്രമണം നടത്തിയെന്നുള്ളതാണ് വിവരം. പ്രത്യേകിച്ച് അവരുടെ തലസ്ഥാനമായ കീവിൽ സർക്കാർ മന്ദിരങ്ങളടക്കം തകർന്നു. വലിയ രീതിയിലുള്ള ആൾനാശം അവിടെ ഉണ്ടായിട്ടുണ്ട്, വലിയ രീതിയിലുള്ള നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? അതായത് റഷ്യ ഒരു അന്തിമ വിജയം നേടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളതാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന ഉറച്ച നിലപാടുകളോടെ തന്നെയാണ് റഷ്യ മുന്നോട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ നാറ്റോയിൽ അംഗീകാരം വേണമെന്ന് പറഞ്ഞുള്ള ഉക്രൈന്റെ വരവ്, അതാണ് റഷ്യയെ ചൊടിപ്പിച്ചത്. ആ വരവിൽ നഷ്ടം കണക്ക് കൂട്ടുമ്പോൾ ഒരുപക്ഷെ ഉക്രൈന് തന്നെയായിരിക്കും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവുക എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും റഷ്യ ഇപ്പോ നടത്തിയിരിക്കുന്നത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഡ്രോൺ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. 805 ഡ്രോണുകളും 13 മിസൈലുകളും. മാത്രമല്ല ശ്രദ്ധ തിരിച്ചുവിടാനുള്ള സാങ്കേതിക വിദ്യകൾ, നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന വ്യാജ സാങ്കേതിക വിദ്യകൾ വരെ റഷ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വ്യോമാക്രമണമാണ്, ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് റഷ്യ ഉക്രൈനിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉക്രൈനിലെ പ്രധാന നഗരങ്ങളാണ് റഷ്യ ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൻതോതിലുള്ള ഡ്രോൺ ആക്രമണമാണ് ഈ പ്രധാന നഗരങ്ങളിലെല്ലാം റഷ്യ ലക്ഷ്യമിട്ടത്. ഈ ഉക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ജനവാസ മേഖലയിൽ ഉണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം 4 പേരാണ് കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ ചർച്ചയാകുന്ന സംഭവമാണ്. അതിപ്പം എവിടെയാണെങ്കിൽ പോലും ഡ്രോണുകൾ ലക്ഷ്യമിട്ട കീവിലെ പ്രധാന സർക്കാർ മന്ദിരത്തിൽ തീപിടുത്തമുണ്ടായി. ചരിത്ര പ്രസിദ്ധമായ പെച്ചർസ്കയിലെ സർക്കാർ മന്ദിരമാണ് സെപ്റ്റംബർ 7-ാം തീയതി രാവിലെ ആക്രമിക്കപ്പെട്ടത്. സപ്രേഷ്യ, ഒഡേസ നഗരങ്ങളിലും വ്യാപകമായ നാശം റഷ്യ വിതച്ചിട്ടുണ്ട്. ഈ യുദ്ധകാലത്തെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 805 ഡ്രോണുകളും 13 മിസൈലുകളും ശ്രദ്ധ തിരിക്കുന്ന വ്യാജ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് റഷ്യ കീവിന് മേൽ ഇത്ര വലിയ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത്. നയതന്ത്ര ശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് റഷ്യ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണ്. അതായത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഉക്രൈൻ ആഗ്രഹമുണ്ട്. നയതന്ത്രപരമായ ബന്ധം പോലും വകവയ്ക്കാതെ ആണ് റഷ്യ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് സെലൻസ്കി പറയുന്നത്. ഉക്രൈന്റെ ആക്രമണത്തിൽ റഷ്യയിലും നാശനഷ്ടമുണ്ടായി, ഇവരും തിരിച്ചടിച്ചു. ബ്രയാൻസ് മേഖലയിലെ ദ്രുഷ്ബ എണ്ണ പൈപ്പ് ലൈനിൽ നടത്തിയ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായി. ഉക്രൈനിലെ ഡീനി പോപ്രട്ടോക്സ്കാവ് ഉക്രൈനിലെ ഒരു മേഖലയിൽ, അതായത് ഖൊറേഷ്യോ ഗ്രാമം പിടിച്ചെടുത്തതായി റഷ്യ അവകാശപ്പെടുന്നുണ്ട്. ഉക്രൈന്റെ ഒരു ഗ്രാമം കൂടി റഷ്യ പിടിച്ചെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കൊക്കെ ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എന്താ പറയുക ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല. കൂടുതൽ പിടിമുറുക്കിയപ്പോൾ ഉക്രൈന് മേൽ അമേരിക്കയ്ക്കൊരു ചെറിയ ഇതുണ്ടല്ലോ, ഉക്രൈന്റെ ഈ യുദ്ധത്തിൽ നിന്ന് ഉക്രൈൻ രക്ഷപ്പെടണം, റഷ്യ ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇന്ത്യക്കിട്ട് ചൊറിഞ്ഞപ്പോൾ റഷ്യ കുറച്ചുകൂടി കടന്ന ആക്രമണം ഉക്രൈനെതിരെ നടത്തി എന്ന് വേണം. ഇപ്പോൾ ഈ വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് തന്നെ. ഇപ്പോൾ അതായത് ഇന്ത്യക്കെതിരെ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തുന്നതിനെ കുറിച്ച് ട്രംപ് ആലോചിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ്. അതിനൊരു കാരണം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായിട്ടുള്ള അസാധാരണ സൗഹൃദം പങ്കുവെക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചോദ്യം. അപ്പോൾ ആ മാധ്യമങ്ങളോട് സെലൻസ്കി പറയുന്നത് അത്തരത്തിൽ
അധിക തീരുവ ചുമത്തുന്നത്, അതായത് ആദ്യം ചുമത്തിയ തീരുവയ്ക്ക് പുറകെ അധിക തീരുവ ചുമത്താനായിട്ട് അമേരിക്ക തീരുമാനമെടുത്താൽ അത് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് സെലൻസ്കിയുടെ ഒരു നിലപാട്. ഇത്തരത്തിൽ റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കിയെങ്കിൽ മാത്രമേ റഷ്യ യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് സെലൻസ്കി പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഏത് വഴിയും സ്വീകരിച്ച് ആ പരിപാടി നിർത്തണം എന്നുള്ളതാണ് പറയുന്നത്. റഷ്യയുമായിട്ട് ഒരു തരത്തിലുള്ള കരാരും ആരും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്, അത് കഴിഞ്ഞാണ് ഇന്ത്യ. രണ്ട് രാജ്യങ്ങളും കൂടി ഇതുവരെ, അതായത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം $985 ബില്യൺ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിയതായിട്ടാണ് കണക്ക്. യൂറോപ്യൻ യൂണിയനും വാങ്ങുന്നുണ്ട്, പക്ഷേ അവരിപ്പോൾ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. പക്ഷേ 2027 വരെ അതിനുശേഷം മാത്രമേ പൂർണ്ണമായി ഇത് നിർത്തിവെക്കാൻ പറ്റൂ എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ്റെ നിലപാട്. അപ്പോൾ യൂണിയൻ്റെ നടപടി ഇക്കാര്യത്തിൽ അവിടെ നിന്ന് ഇപ്പോഴും എണ്ണ വാങ്ങുന്നത് തുടരുന്നത് ന്യായമല്ല എന്നുള്ളതാണ് സെലൻസ്കിയുടെ ആരോപണം. കാര്യം ഇപ്പോഴും അവർ ഒളിഞ്ഞും തെളിഞ്ഞും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നുള്ളതും അവർക്ക് പ്രശ്നമാണ്. അതേപോലെ ഇപ്പോൾ ഇത്തരത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ പോയാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാകും. കാരണം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിവെച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റ് ബദൽ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അതിപ്പോൾ ഒന്നെങ്കിൽ സൗദി ആയിരിക്കാം, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലാകാം, ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് പോലും നമ്മൾ എണ്ണ പെട്രോൾ ഡീസലായിട്ട് കൊണ്ടുവരേണ്ടി വരും. പക്ഷേ അതത്ര പെട്ടെന്ന് സാധ്യമാകില്ല, കുറച്ച് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് ഇന്ത്യ പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ റഷ്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായാൽ, അതായത് മറ്റ് രാജ്യങ്ങളൊക്കെ ബോധപൂർവം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങേണ്ട എന്ന നിലപാടിലെത്തിയാൽ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത കുറയും. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഉള്ള ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്ന് ബാരലിന് $200 വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെട്രോൾ, ഡീസൽ എന്നൊക്കെ പറയുന്ന വില ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യൻ വിപണിയിൽ $106 വരുന്ന പെട്രോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 200-ന് മേളിലേക്കൊക്കെ പോയാലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു ഭീഷണിയാണ് ഇന്ത്യക്ക് മുമ്പിലുള്ളത്. അപ്പോൾ റഷ്യ നിലപാട് കടുപ്പിച്ച് തന്നെയാണ്. ഉക്രൈനുമായിട്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനുമില്ല, യുദ്ധം തുടരും എന്ന സാഹചര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയേ തീരൂ എന്നുള്ള അവസ്ഥയിലുമാണ്. അപ്പോൾ എന്തായി തീരുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ട്രംപ് വല്ലാത്ത അസ്വസ്ഥനാണ്. ഇത്ര വലിയ കടുത്ത നിലപാടുകൾ എടുത്തിട്ടും ട്രംപിനെ ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഇന്ത്യ പോടാവില്ലേ എന്ന മട്ടിലാണ് പുച്ഛിച്ച് തള്ളിയിട്ട് റഷ്യയിൽ നിന്ന് കൂടുതൽ ഇന്ധനം വാങ്ങാനായിട്ടുള്ള നടപടികളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പ്രതികാര ബുദ്ധി തിളച്ചു മറിയുന്ന ട്രംപ് വലിയ താമസമില്ലാണ്ട് ഇന്ത്യക്കെതിരെ കൂടുതൽ നികുതി ഭാരം പ്രഖ്യാപിക്കും. അങ്ങനെയാണെങ്കിൽ ചില സാധ്യതകളുണ്ട്. ഒന്നുകിൽ നമ്മുടെ ഈ ബാങ്കിങ് മേഖലയിൽ കടുത്ത നിയന്ത്രണം വരും. ഈ അന്താരാഷ്ട്ര വിനിമയം ഉണ്ടല്ലോ, കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൽ ചില നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ എണ്ണ കൊണ്ടുപോകുന്ന ചരക്ക് കപ്പലുകൾക്ക് ഇൻഷുറൻസ് എടുക്കണം, നിർബന്ധമാണ്. അപ്പോൾ ആ ഇൻഷുറൻസിൽ ചില പിടുത്തം വീഴാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ നിരക്കുകൾ വല്ലാണ്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ആത്യന്തികമായി ബാധിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിന്റെ ചെലവിനെ വലിയ രീതിയിൽ ബാധിക്കും. അതായത് യുക്രൈനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി റഷ്യയെ പിടിമുറുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വേണേലും അതിനെ വ്യാഖ്യാനിക്കാം.